ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് USDT ഇന്ത്യൻ റുപ്പിയിലേക്ക് സേഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. 100% സേഫ് ആണ്. നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങൾ ആരും പറ്റിച്ചു കൊണ്ടുപോകില്ല, നിങ്ങൾ സ്കാം ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 മിനിറ്റിൻ്റെ പരിപാടി കൊണ്ട് നിങ്ങൾക്ക് USDT കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയായി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് P2P ഒഴിവാക്കാനാണ് ഈ ഒരു വഴി നോക്കുന്നത്. നമുക്കിങ്ങനെ USDT കൺവേർട്ട് ചെയ്യാൻ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുറച്ച് USDT നിങ്ങളുടെ കയ്യിലുണ്ടാവണം. 2, ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് CoinDCX ആണ്. CoinDCXൽ അക്കൗണ്ട് ഇല്ലാത്തവരാണ് നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ട് എടുക്കണം. അക്കൗണ്ട് എങ്ങനെ എടുക്കാമെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി വീഡിയോ കാണണ്ട, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം എന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ വരെയുള്ള ബോണസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസരം മുതലാക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ കാണിക്കുന്ന ബൈബിറ്റിൽ നിന്ന് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ എക്സ്ചേഞ്ചുകളിൽ നിന്നും ഇതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നോക്കി നിങ്ങൾ ഏത് എക്സ്ചേഞ്ചാണോ യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ബൈബിറ്റിൽ നിന്നാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അസറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ USDT എവിടെയാണ് ഉള്ളത് എന്ന് ആദ്യം നോക്കുക. ഓക്കെ, ഫണ്ടിങ് അക്കൗണ്ടിലാണോ യൂണിഫൈഡ് ട്രേഡിങ്ങിലാണോ എന്നുള്ളത് നോക്കുക. എൻ്റെ കേസിൽ ഇപ്പോൾ എൻ്റെ USDT ഉള്ളത് യൂണിഫൈഡ് ട്രേഡിങ്ങിലാണ്. ഓക്കെ, നിങ്ങളിനി ഫണ്ടിങ് അക്കൗണ്ടിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടല്ല, ഫണ്ടിങ് അക്കൗണ്ടിൽ തന്നെ വെക്കുക. നമുക്ക് യൂണിഫൈഡ് ട്രേഡിങ്ങിലാണ് USDT കിടക്കുന്നുണ്ടെങ്കിൽ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതിന് ചെയ്യേണ്ടത് ഈ USDT ക്ലിക്ക് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു 300 USDT യൂണിഫൈഡ് ട്രേഡിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. യൂണിഫൈഡ് ട്രേഡിങ്ങിൽ USDT ഉള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി, ഫണ്ടിങ് അക്കൗണ്ടിലുള്ളവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ USDTയിലേക്ക് കയറുക. അതിനുശേഷം ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബട്ടൺ താഴെ കാണാൻ പറ്റും. ഓക്കെ, ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രം യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ടു ഫണ്ടിങ് അക്കൗണ്ട് എന്നാണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂണിഫൈഡ് ട്രേഡിംഗ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫണ്ടിങ് അവസാനം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്യാം. ഇത് യൂണിഫൈഡ് ട്രേഡിംഗിൽ USDT ഉള്ളവർ മാത്രം ചെയ്താൽ മതി. ഫണ്ടിങ്ങിൽ തന്നെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫൈഡ് ട്രേഡിംഗിലുള്ള മുഴുവൻ എമൗണ്ട് ഇവിടെ സെലക്ട് ആവും. അത് നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അപ്പോൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. നമ്മുടെ യൂണിഫൈഡ് ട്രേഡിംഗിൽ 0 ആവും. അതിനുശേഷം എന്താവും, ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറും. അപ്പോൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഫണ്ടിങ് അക്കൗണ്ട് കാണാം. ഫണ്ടിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫണ്ടിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USDT ഇവിടെ കാണും. ഓക്കെ, കുറേ കോയിൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഏതൊക്കെ കോയിൻ ഉണ്ടെന്ന് കാണാം. അതിനകത്ത് ജസ്റ്റ് USDTയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര USDT ബാലൻസ് ഉണ്ടെന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ കാണാം. വിഡ്രോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് USDT ആണ് വിഡ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട അഡ്രസ്സ് ഏതാണ്? CoinDCXൻ്റെ അഡ്രസ്സാണ്. എങ്കിൽ മാത്രമേ നമുക്ക് INR ആക്കി ഇത് മാറ്റാൻ പറ്റൂ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് CoinDCXൽ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ആ വീഡിയോ കാണുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം CoinDCX ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. KYC എല്ലാം കംപ്ലീറ്റ് ചെയ്യണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇനി പാൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരും. പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏതെങ്കിലും പാൻ കാർഡ് ഉള്ള ആളുടെ പേരിൽ ഒരു CoinDCX അക്കൗണ്ട് തുറക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരു P2P ചെയ്യുക, അതന്നെ ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ പാൻ കാർഡ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. CoinDCXൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. KYC എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാം. ഓക്കെ, ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം. ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഈ ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ 448 രൂപ ഉണ്ട്, ഇന്ത്യൻ റുപ്പി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് INRലാണ് ഉണ്ടാവുക ഫണ്ട്. അത് മാറ്റി ക്രിപ്റ്റോ എന്ന് പറയുന്ന സെക്ഷൻ കാണാം മേലെ. ആ ക്രിപ്റ്റോയിലേക്ക് ഇടുക. ഓക്കെ, ക്രിപ്റ്റോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു USDT ഉണ്ട്. ഇവിടെ 100 രൂപ വർത്തായിട്ടുള്ള USDT ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ചെയ്യേണ്ട സിമ്പിളാണ്. ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്കൂടെ ആവശ്യം ടെതർ USDT ആണ്. അതുകൊണ്ട് തന്നെ ടെതർ USDT എന്ന് പറയുന്ന ടോക്കൺ കാണാം, ഈ പച്ച ടോക്കൺ. അപ്പോൾ ഐക്കണൊക്കെ നോക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ടെതർ USDT അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്രസ്സ് കിട്ടും. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് 3 എണ്ണമാണ്. BEP20, ERC20, TRC20. അപ്പോൾ ഈ 3 അഡ്രസ്സുകളിലേക്കാണ് നമ്മൾ വിഡ്രോ അടിക്കാൻ പറ്റുന്നത് നമുക്ക്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ BEP20 അല്ലെങ്കിൽ TRC20. ഇതിൽ രണ്ടിലേതെങ്കിലുമാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ERC20 ഇതേറിയം ചെയിനിന് വളരെയധികം ഗ്യാസ് ഫീ കൂടുതലാണ്. BSC ചെയിനും TRC ചെയിനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ട്രോണിൻ്റെ ചെയിനാണ് TRC, ബൈനാൻസിൻ്റെ ചെയിനാണ് BSC. അപ്പോൾ നമുക്ക് ബൈനാൻസിൻ്റെ ചെയിൻ യൂസ് ചെയ്താൽ എവിടെ നിന്ന് വേണമെങ്കിലും വിഡ്രോ അടിക്കാം. ബൈനാൻസിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് ഈ BEP വേണമെങ്കിൽ യൂസ് ചെയ്യാം, TRC വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ എക്സ്ചേഞ്ചിലേക്കും ഏത് എക്സ്ചേഞ്ചിൽ വിഡ്രോ ആണെങ്കിലും ഈ 2 ചെയിനുകളും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് TRC20 ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ BEP20 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ TRC20 യൂസ് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ് ഗ്യാസ് ഫീ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടും. ഓക്കെ, ഇവിടെ കോപ്പി ബട്ടൺ കാണാം, കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണോ വിഡ്രോ അടിക്കേണ്ടത് ആ എക്സ്ചേഞ്ചിലേക്ക് പോകുക. എൻ്റെ കേസിൽ ബൈബിറ്റ് ആണ്. ബൈബിറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അഡ്രസ്സ് എന്നുള്ളിടത്ത് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ പേസ്റ്റ് ചെയ്തു, എൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി TRC20 ചൂസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ TRC20 കാണാൻ പറ്റും നെറ്റ്വർക്കുകളിൽ. നമ്മൾ BSC20 ചൂസ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഒന്ന്, ഗ്യാസ് ഫീ സെയിം തന്നെയാണ് TRC വെച്ച് നോക്കുമ്പോൾ. 2 എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ആണ്, എന്ന് വെച്ചാൽ വളരെയധികം ഓവർലോഡഡ് ആണ്. അപ്പോൾ ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോക്കൺസ് ഇതുവഴി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും നമുക്ക് അവിടെ റിസീവ് ആവാൻ. നിങ്ങൾക്ക് BSCയും TRC
TRCയും യൂസ് ചെയ്യാം. ഓക്കെ, ERC യൂസ് ചെയ്യരുത്. കാരണം ERC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ കാണാൻ പറ്റും $8 ആണ്. ഓക്കെ, 8 USDT കൊടുക്കണം നമ്മൾ വിഡ്രോവൽ ഫീ ആയിട്ട്. നമ്മൾ TRCയോ അല്ലെങ്കിൽ BSCയോ യൂസ് ചെയ്യുകയാണെങ്കിൽ $1.30 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ TRC20 വെച്ച് വിഡ്രോ അടിക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്ന 2.6 USDT ആണ്. അപ്പോൾ നിങ്ങളുടെ ബാലൻസിൽ ഫണ്ടിങ് അക്കൗണ്ടിൽ 2.6 USDT എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ അടിക്കാൻ പറ്റുള്ളൂ. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണം. ഈ അഡ്രസ്സ് കറക്റ്റ് ആണോ പേസ്റ്റ് ആയത് നോക്കുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെയിം അല്ലേ നോക്കുക. രണ്ടും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു നെറ്റ്വർക്കും അഡ്രസ്സും തെറ്റിക്കാതെ കൊടുക്കാൻ ശ്രമിക്കുക. ഏത് നെറ്റ്വർക്കാണ് CoinDCX ചൂസ് ചെയ്തത് ആ നെറ്റ്വർക്കാണ് അവിടെ കൊടുക്കാൻ, ആ അഡ്രസ്സ് വേണം അവിടെ പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം എത്രയാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത് എന്ന എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു 5 USDT മാത്രമേ വിഡ്രോ ചെയ്യുന്നുള്ളൂ. 5 USDT വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് 1.3 USDT ആണ് ഗ്യാസ് ഫീ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ മാക്സിമം എമൗണ്ട് എടുത്താലും ഗ്യാസ് ഫീക്ക് ഒരു വ്യത്യാസമില്ല. കാരണം ഈ ഒരു ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. നിങ്ങൾ എത്ര USDT എടുത്താലും ഈ ഒരു സെയിം ഗ്യാസ് ഫീ തന്നെ ഉണ്ടാവും, അത് മാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് എത്ര വേണമെങ്കിലും എടുക്കാം. ഗ്യാസ് ഫീ അതിനനുസരിച്ച് കൂടും എന്നുള്ള പേടി ആവശ്യമില്ല. മിനിമം വിഡ്രോവൽ എമൗണ്ടിനേക്കാൾ കൂടണം എന്നാണ് അർത്ഥം. ഓക്കെ, 2.6 USDT ആണ് മിനിമം എടുക്കാൻ പറ്റുക. ഞാൻ ഇവിടെ എടുക്കുന്നത് 5. അതിനുശേഷം എന്ത് ചെയ്യാം, വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് അല്ലേ നോക്കുക. കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് പാസ്വേഡും ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററും ചോദിക്കും. നിങ്ങൾ ഒരു ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ബൈബിറ്റിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ചോദിക്കില്ല. നിങ്ങൾ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിൽ വൈബിൻ്റെ കോഡ് നോക്കുക, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു ടൈം ഉണ്ടാവും, 30 സെക്കൻഡ് ചെയ്യുമ്പോൾ റിഫ്രഷ് ആയിക്കൊണ്ടേ നിൽക്കും. ആ കോഡ് നോക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് വിഡ്രോവൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ഫണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്തവർ അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ എന്ത് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി CoinDCX എത്തിക്കോളും. ഒരു 5-6 മിനിറ്റ് എടുക്കും ചിലപ്പോൾ. എത്രയാണോ നിങ്ങൾ ചെയ്യുമ്പോഴുള്ള ബ്ലോക്ക് ചെയിൻ്റെ ലോഡ് അതിനനുസരിച്ചാണ് വരിക. ഞാനിവിടെ ഒരു 30 സെക്കൻഡിന് ശേഷം CoinDCX ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കിതാ ട്രാൻസാക്ഷനിലെ ഡെപ്പോസിറ്റ് 5 USDT ട്രാൻസാക്ഷൻ വെരിഫിക്കേഷനിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാറ്റസ് ഇൻ വെരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് ഇനിഷ്യേറ്റിംഗ് എ വിഡ്രോവൽ യുവർ ട്രാൻസാക്ഷൻ വിൽ അപ്പിയർ ഇൻ 10 മിനിറ്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പൈപ്പിന് ഇപ്പോൾ സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റാണ് ഇവർ പറയുന്നത്. 10 മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും CoinDCX ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽസ് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വി റിക്വയർ ഫ്യൂ ഡീറ്റെയിൽസ് ടു ഡെപ്പോസിറ്റ് സോ ടു കംപ്ലീറ്റ് വെരിഫിക്കേഷൻ. നമുക്കൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഈ ഒരു ക്രിപ്റ്റോ കറൻസി അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ്, ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സബ്മിറ്റ് ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, CoinDCX KYC ചെയ്ത ആളുടെ സെയിം അക്കൗണ്ടിൽ നിന്നാണോ ഈ ഒരു ട്രാൻസാക്ഷൻ വന്നത് എന്നാണ്. അപ്പോൾ ആണ് എൻ്റെ ഡെപ്പോസിറ്റ് എൻ്റെ ബൈബിറ്റിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ സെൻഡറുടെ ഫുൾ നെയിം എന്ന് വെച്ചാൽ നമ്മൾ ആരുടെ എക്സ്ചേഞ്ചിൽ നിന്നാണോ ഇങ്ങോട്ടേക്ക് വിഡ്രോ അടിച്ചത് അയാളുടെ ഫുൾ നെയിം, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എന്താണ് ഈ ഡെപ്പോസിറ്റിൻ്റെ പർപ്പസ് എന്നും ചോദിക്കുന്നുണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം, എന്തിനാണ് CoinDCX മാറ്റിയത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതറുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, പേഴ്സണൽ റീസൺ ഉണ്ട്, അതുപോലെ തന്നെ ആർബിട്രാജ് ഉണ്ട്, ട്രാൻസ്ഫറിങ് ഫ്രം മൈ ഓൺ വാലറ്റ് ടു CoinDCX ഉണ്ട്. ഗിഫ്റ്റ് ചൂസ് ചെയ്യുക, സെലക്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സെൻഡറുടെ പാൻ കാർഡ്, ഇപ്പോൾ നിങ്ങൾ ആരുടെ പേരിലുള്ള ബൈബിറ്റ് നിന്നാണോ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ആ ഡെപ്പോസിറ്റ് ചെയ്ത ആളുടെ പാൻ കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ വെരിഫൈ ആവും. അപ്പോൾ ഞാനിവിടെ ചെയ്യേണ്ടത് എന്താണ്, യെസ് ആണ്. കാരണം എൻ്റെ വാലറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഞാനിവിടെ ഗിഫ്റ്റ് കൊടുത്തു, സെലക്ട് കൊടുത്തു. ഓക്കെ, നിങ്ങൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് സബ്മിറ്റഡ്, ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 1 hour ടു വെരിഫൈ യുവർ ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് വെരിഫൈ ആവണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഡെപ്പോസിറ്റ് സക്സസ് ആയി. ഏകദേശം 1 മിനിറ്റ് പോലും എടുത്തില്ല, സെക്കൻഡ്സ് കൊണ്ട് തന്നെ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ USDT 6 USDT ആയി മാറിയിട്ട് ഇവിടെ സെർച്ച് ബാർ കാണാം. സെർച്ച് ബാറിൽ കയറിയ ശേഷം USDT എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, USDT എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ ഒരു USDTൻ്റെ പ്രൈസ് കാണാം, 85 രൂപ 99 പൈസ, അതായത് 86 രൂപയാണ് നമുക്ക് ഒരു USDT വാങ്ങാൻ. ബയ്യിങ് പ്രൈസാണ് ഇവിടെ കാണുന്നത്, സെല്ലിംഗ് പ്രൈസ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ബയ്യിങ് പ്രൈസ് 85.99, അതായത് 86 രൂപയാണ് നമ്മളുടെ USDT വാങ്ങാനായിട്ട് നമുക്ക് CoinDCX ചിലവാകുക. പക്ഷേ നമ്മൾ ബൈബിറ്റിൽ P2P ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു USDTക്ക് 86 രൂപ 87 രൂപ 90 രൂപ വരെയൊക്കെ കിട്ടും. അത് നമ്മൾ എത്ര വലിയ എമൗണ്ട് ആണോ P2P ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അതിനനുസരിച്ചുള്ള റിസ്ക്കും നിങ്ങളുടെ ക്യാഷ് പോകാനുള്ള റിസ്ക്കും P2P ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ തീരെ റിസ്ക് ഇല്ല, 100% സേഫാണ്. 1-2 രൂപ ഒരു USDTക്ക് കുറയും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കുക. സേഫ്റ്റി വേണ്ടവർ ഇങ്ങനെ തന്നെ ചെയ്താൽ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, സെൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര USDT ബാലൻസ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ 6.1 USDT ഉണ്ട്. ഈ USDT മുഴുവൻ
മുഴുവൻ ഞാൻ കൺവേർട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നത് 525 ഇന്ത്യൻ രൂപയാണ്. അതുപോലെ തന്നെ നിലവിലെ പ്രൈസ് ഇവിടെ അപ്ഡേറ്റ് ആവുന്ന കാണാം 85.32 അങ്ങനെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വന്നേക്കാം. നിങ്ങൾക്ക് പ്രൈസ് മാറ്റണ്ടാവും നിങ്ങൾ ചെയ്യുമ്പോൾ. ഞാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് പ്രൈസ് മാറി വന്നത് 85.32. എന്തായാലും ഞാനിത് കുറയുന്നതിന് മുൻപ് തന്നെ സൈറ്റ് ടു സെല്ല് കൊടുത്ത് സെല്ല് ചെയ്യണം. ഓക്കെ, ഭയങ്കര വ്യത്യാസമൊന്നും വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറേ അധികം ബോണസും കാര്യങ്ങളൊക്കെ CoinDesk നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മളുടെ ലിങ്ക് വഴി കയറിയവർക്ക് അവർക്കും ഒരു കൂടുതൽ ബോണസ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഡൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. നമ്മളുടെ ബാലൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആഡ് ആയത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് വിഡ്രോ ചെയ്യണം. അതിനെന്ത് ചെയ്യുക, വിഡ്രോ INR ക്ലിക്ക് ചെയ്യുക. വിഡ്രോ INR ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിഡ്രോ ടു എൻ്റെ കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ് ഇവിടെ കാണുന്നുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ CoinDesk അക്കൗണ്ട് ക്രിയേഷൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എല്ലാവരും കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മിനിമം ഇവിടെ CoinDesk INR വിഡ്രോ അടിക്കാൻ പറ്റുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപയെങ്കിലും മിനിമം വേണം, എങ്കിലേ വിഡ്രോ അടിക്കാൻ പറ്റൂ. എത്ര എമൗണ്ടാണ് വിഡ്രോ അടിക്കേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാത്തവർ കണക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നറിയില്ലെങ്കിൽ ഞാൻ CoinDesk അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഇതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യാം. ഓക്കെ, ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ടൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ എനിക്ക് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് ചോദിക്കുന്നുണ്ട്. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കില്ല. ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ സെറ്റപ്പ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി എനിക്ക് കമൻസിൽ അറിയിക്കുക. എങ്കിലായിരിക്കും എനിക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻറ്റ് യുവർ ബാങ്ക് എന്നാണ് പറയുന്നത്. 72 മണിക്കൂർ വരെ എടുത്തേക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ 72 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മെസ്സേജ് വന്നു. എൻ്റെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് ഞാൻ വിഡ്രോ ചെയ്ത മുഴുവൻ പൈസയും 1 രൂപ പോലും കുറയാതെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് INR വിഡ്രോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ആയ 1000 ലൈക്സ്, അതായത് 1K ലൈക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എങ്കിലായിരിക്കും നമുക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും 1K ലൈക്സ് കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡെയിലി കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.